ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പിരിഞ്ഞു എന്നുള്ള കുപ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടെന്നും ക്രിസ് ദിവ്യ ഉപദ്രവിച്ചു എന്നുള്ള കണ്ടെത്തലുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്നും എന്തിനാണ് ഇല്ലാത്ത വാർത്ത പടച്ചുവിടുന്നത് എന്നും ഇരുവരുടെയും പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും യൂട്യൂബ് വീഡിയോയിലുമായാണ് ദിവ്യ ഈ കാര്യം പ്രതികരിച്ചത്. പിന്നെയൊക്കെയാണ് മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങിയിരിക്കുന്നത്. അതിനിടയിൽ ഫോൺ റിങ്ങിങ് ചെയ്ത് കേട്ടിരിക്കുന്നു. എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു വിളിക്കുമ്പോഴാണ് ദിവ്യ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞ് രാജ് ടോക്സിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചോ? അടിച്ചത് രാജ് ടോക്സിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടില്ലേ? എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ മുഖത്തോ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ ദ്രോഹിച്ചിട്ടോ ഇല്ല. ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ക്രിസ് വേണുഗോപാലും ദിവ്യയും എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുന്നത് എന്തിനാണ്? ദിവ്യ ശ്രീധറിന്റെ ലൈഫ് പൊട്ടിപ്പോയോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിഞ്ഞിട്ട് കിടക്കപ്പുറുതിയില്ലേ? ഒറിജിനൽ മുറിവാണ് എന്നാണ് അവർ പറയുന്നത്. ഒന്ന് വന്ന് നോക്ക്. ധീര എന്ന് പറയുന്ന വെബ് സീരീസിനെ മേക്കപ്പ് ചെയ്ത മുരുക്കൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്. അതിൽ ഇത്രയും ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. വൈബ് സീരിയൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റുന്ന രംഗമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മേക്കപ്പ്. അതുകൂടാതെ ഞാൻ വേഷങ്ങൾ ജന്മങ്ങൾ പാട്ടിൽ വെച്ച് റീൽ ചെയ്തിരുന്നു. വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മാസ വരുമാനത്തിന് വേണ്ടി ഇല്ലാത്തത് പറയാൻ നിങ്ങൾ ആരാണ് ലൈസൻസ് തന്നത്? ഞാനൊരു സ്റ്റോറി ഇട്ടാൽ എൻ്റെ ലൈഫ് ചിന്നിച്ചിതറി എന്നാണോ? അതിനുവേണ്ടി നമ്മളുടെ ജീവിതം എടുത്ത് കളിക്കേണ്ട. ഞങ്ങളുടെ പുറകെ ആരും വരണ്ട. ചാനൽ ഞങ്ങൾ പൂട്ടിക്കും. അറിയാത്ത കഥകൾ എഴുതേണ്ട. ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നിങ്ങളായിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തു, അതാണ് വിഷയം എന്നായിരുന്നു ദിവ്യയുടെ മറുപടി. ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് പബ്ലിക്കാക്കി വെക്കുന്നത് അത് സ്വകാര്യമായി വെക്കേണ്ടതല്ലേ നല്ലത്? എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നത്? സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചാൽ പോരെ എന്നായിരുന്നു ചോദ്യവും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിന് തല പൊട്ടി ആലോചിക്കണം? മൂക്ക് പൊട്ടിയതും വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നായിരുന്നു വേറൊരു കമന്റ്. നിങ്ങൾക്ക് ദിവ്യ ശ്രീധർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സ്.